ഹായ് ഗൈസ്, ജനനായകൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വിജയ് അണ്ണൻ്റെ അവസാനത്തെ പടം. വിജയ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 90s കിഡ്സിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഫാൻ ബേസ് ഒക്കെ ഉണ്ടായ നടന്മാരിൽ ഒരു പ്രധാന നടൻ ആണ് വിജയ് എന്ന നടൻ. അത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെയാണ് വിജയ് ഫാൻസ്, സൂര്യ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സമ്പ്രദായം ഉണ്ടാവുന്നതും തിയേറ്ററുകളിൽ നമ്മൾ കാണുന്നത് കൂടുതൽ അത് ആക്റ്റീവായി തുടങ്ങിയ സമയങ്ങൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ വിജയ് സിനിമകളും അത് ഉണ്ടാക്കുന്ന ഓളങ്ങളും തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഒക്കെ സംതിങ് അതിനുശേഷമാണ് പിന്നീട് അല്ലു അർജുൻസ് ഇങ്ങനെയൊക്കെ മറ്റുള്ള ആക്ടേഴ്സിന്റെ ഫാൻ ബേസുകൾ ഇങ്ങനെ കയറി വരുന്നത്. സോ ഇതിൽ വിജയ് അണ്ണന്റെ ഫാൻസും തിയേറ്ററിൽ കിട്ടുന്ന ആ ഓളവും ഇതൊക്കെ കുറച്ച് ഒരു വേറെ റേഞ്ചാണ്. സോ അതൊക്കെ ഇനി ഉണ്ടാവില്ലല്ലോ, അതൊക്കെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഈ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കുണ്ടാവും സംഭവം. കാരണം ആ അവസാനത്തെ ക്ലിപ്പുകൾ കാണുമ്പോഴും നമുക്ക് ഇനി പുള്ളിയുടെ ആ ഒരു പുള്ളി ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്റ്റാർഡം അതൊന്നും ഇനി നമുക്ക് കാണാൻ പറ്റില്ല. ഇനി പുള്ളിയുടെ റിലീസ് പടങ്ങളായിരിക്കാം നമുക്കിനി ആ കൂടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നിപ്പിക്കും നമ്മുടെ ഇത് അവസാനം. സോ ആ ഒരു വിഷമം ഈ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കുണ്ട്. പിന്നെ പടത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് ഞാൻ പടത്തിലെ ടെക്നിക്കൽ സൈഡ് പറയാം. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വന്നിട്ട് വിനോദ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വെങ്കട് കെ നാരായണൻ ആൻഡ് നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അനുരുദ്ധ്, ഒരു രക്ഷയില്ല പറയാൻ. DOP ചെയ്തിരിക്കുന്നത് സത്യൻ സൂര്യൻ, എഡിറ്റിംഗ് പ്രദീപ് ഇ രാഘവ്, ആക്ഷൻ അനൽ അറസ്. സോ ഇതിൽ പടത്തിനെ കുറിച്ച് പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വലിയ സൂപ്പർ സ്റ്റാറിനെ കിട്ടിയിട്ട് ഈ വിനോദ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അതിൻ്റെ ഡയറക്ടർ, ഒരു ഡിറക്ഷൻ പറഞ്ഞിടത്ത ഒരുത്തൻ ഡയറക്റ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറയാം, ദേഷ്യമാണ് തോന്നിയത്. വിജയ് അണ്ണനെ പോലൊരു ആക്ടറിനെ കിട്ടിയിട്ട് സത്യം സിനിമ പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്, അതൊക്കെ നമുക്കറിയാം. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും അതുമല്ല ഇലക്ഷന് മുമ്പേ വരാൻ പറ്റുന്ന പടമായിരുന്നല്ലോ, അത് ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ടാണ് അതിപ്പം ഇറങ്ങുന്നത്. ഈവൻ ബാലയ്യയുടെ നമ്മുടെ ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞ പടത്തിന്റെ റീമേക്ക് ആണെന്ന് അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു ഇത് വേണ്ടേ. ഇപ്പം ഈ 3 മണിക്കൂറൊക്കെ അതും ഇങ്ങനെ ഒരു സംഭവിച്ചിട്ട് 3 മണിക്കൂറൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഡിറക്ഷൻ അറിയാമെന്നുള്ള ഒരുത്തൻ ഡയറക്ഷൻ, ഇത് എന്താ ഒരു തേങ്ങയാറിനോടത്ത് ഒരുത്തൻ ഡയറക്റ്റ് ചെയ്തത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ ഒരു ആളെ കിട്ടിയിട്ട്, ഇങ്ങനെ ഒരു ആക്ടറിനെ കിട്ടിയിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അത് പറയാതിരിക്കാം. എനിക്കത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു പടം എനിക്കത് അദ്ദേഹം ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റ് കൊടുത്ത അതായിരുന്നു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പടം കണ്ടിട്ട്. ഇത് ആ ഒരു പടം എന്ന നിലയിൽ സിനിമ എന്ന നിലയിൽ വെറും ദയനീയ അവസ്ഥയിലാണ് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോഴും നമുക്കത് പറയാൻ തന്നെ ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ വിജയ് എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന്റെ അവസാന പടം എന്നുള്ള ഒരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ, അങ്ങനെ പറയേണ്ടി വരുന്നു. അദ്ദേഹത്തിനെ കാണാൻ, അദ്ദേഹത്തിന്റെ ഡാൻസ്, ഇതിൽ പോസിറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ, അദ്ദേഹത്തിന്റെ ഡാൻസ് കാണാൻ, അദ്ദേഹത്തിന്റെ മാസ് കാണാൻ, അങ്ങനെ നമുക്ക് കയറാം എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ആസ് എ മൂവി കട്ട ശോകമാണ് മൂവി. പറയാതിരിക്കാൻ വയ്യ, അത് കട്ട ശോകമാണ്. പിന്നെ മെയിൻ പോസിറ്റീവ് അനിരുദ്ധ് രവിചന്ദ്രന്റെ മ്യൂസിക്. പുള്ളിയുടെ റേഞ്ച് എപ്പോഴും കാണിക്കും, അത് ഇതിലും കാണിച്ചിട്ടുണ്ട്. തളപതി ഡാൻസ്, തളപതിയുടെ ആക്ടിങ്, തളപതിയുടെ വിജയ് അണ്ണൻ അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ഇട്ടിട്ടുണ്ട്. പക്ഷെ മൂവിയിൽ ഒരു എന്താ ചെയ്യും ഒന്നും. പിന്നെ നമ്മുടെ ഈ ബോബി ഡിയോളിനൊക്കെ തീരെ, ബോബി ഡിയോൾ ഇപ്പൊ എല്ലാ പടത്തിലും വന്നിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ അദ്ദേഹം പറയുന്നത് തമിഴിൽ, അത് ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളിപ്പം നമുക്ക് ലാംഗ്വേജ് ഇപ്പൊ ഈ മൊത്തം മൂവിയിലും ആഫ്രിക്കക്കാരന്മാരെ തമിഴ് പറയുന്നതിന് കാണിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ലോജിക്ക് നോക്കുന്നില്ല. വിജയണ്ണന്റെ പടത്തിൽ പ്രത്യേകം നോക്കുന്നില്ല, ഈ പടത്തിൽ നോക്കുന്നില്ല, ലോജിക്ക് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. പക്ഷേ നമുക്കൊരു എൻജോയ്മെന്റ്, നമുക്കൊരു പോരത്തിരിപ്പ്, നമുക്ക് വിജയണ്ണന്റെ ഹിറ്റ് മൂവീസിന് കിട്ടിയ ഒരു ഇതും
ഇതിൽ നിന്ന് കിട്ടുന്നില്ല. വിജയണ്ണനെ കാണുമ്പോഴും ആ ഫാൻസിന് എൻജോയ് ചെയ്യേണ്ട പാട്ട്, ഡാൻസ്, ആക്ഷൻ, ഇത് മാത്രമാണ് പടത്തിലുള്ള ബിൽഡപ്പ്. ബാക്കി പൊളിറ്റിക്സ് പറയുന്നതിലൊന്നും പൊളിറ്റിക്സ് ആണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പൊളിറ്റിക്സിനെ കുറിച്ചാണ് ബാക്കി ഒരുപാട്. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രത്തോളം വിവാദമായ സിനിമ ഇറക്കാതിരിക്കാൻ ശ്രമിച്ചതെന്നും സിനിമ കാണുന്ന ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവും. ആരെയൊക്കെ അതിൽ കുത്തിയിട്ടുണ്ട്, എന്താണ് എയിം ചെയ്തിട്ടുള്ളത്, ഈവൻ അദ്ദേഹത്തിന്റെ പേരിൽ പോലും എന്ത് ഷോർട്ട് ഫോമിൽ ആക്കി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈവൻ മനസ്സിലാവും. അതെല്ലാം ഓക്കെ, അതെല്ലാം സൂപ്പർ. പക്ഷേ പടത്തിൽ എടുത്തു പറയാം, പടത്തിൽ നമുക്കൊരു ഇത് വേണ്ടേ? നമ്മുടെ വിജയണ്ണന്റെ പടം കാണുമ്പോൾ കിട്ടുന്ന ഇപ്പം തുപ്പാക്കി, കത്തി, ഇതുപോലെ ഗില്ലി, ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഒരു മനസ്സറിഞ്ഞ് കിട്ടുന്ന നമുക്കൊരു വികാരമില്ല. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, അത് പ്രത്യേകിച്ച് വിജയ് പടങ്ങളിൽ അത് ഇതിൽ ഒരിടത്തും വന്നിട്ടില്ല. ഒരിടത്തും അണ്ണനെ പുള്ളിയെ പൊളിച്ച് എന്തൊക്കെ ചെയ്തു വെച്ചതുപോലെ അല്ലാതെ ബിൽഡപ്പ് എന്തൊക്കെയോ കാണിക്കുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ എന്തോ ഈ റോബോട്ട്സുകളെ കൊണ്ടിറക്കുന്നു, യുദ്ധം ചെയ്യുന്നു, യുദ്ധം കൊടൂരമായ വില്ലനായ ബോബി ഡിയോൾ, പിന്നെ നമ്മുടെ പ്രകാശ് രാജ്, എല്ലാവരും ഓരോരുത്തരോ ഉദ്ദേശിച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഇതിൽ സിനിമ അസസ് മൂവി ഒരു ഉണ്ടയില്ലാത്തൊരു പടമെന്ന് തോന്നുന്ന ഒരു പടമായിപ്പോയി. ഇതെല്ലാം അപ്പോഴും വെറുപ്പും ദേഷ്യമാണ് തോന്നിയത്. ഈ പുള്ളിയുടെ അവസാന പടമായിട്ട് പുള്ളിയെ വിളിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കിൻ്റെ പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ നമ്മൾ അത്രയും ഫ്രഷ് ആയിട്ട് പോയിരിക്കണം. എന്തെങ്കിലും നമുക്ക് വിജയ് അണ്ണനെ കാണാം. ആ ഫസ്റ്റൊക്കെ അതേ ഹൈപ്പ് പവർ എനർജിയിൽ ഇതുപോലുള്ള ഫാൻസ്, വിജയ് അണ്ണൻ്റെ ഫാൻസിനെ പോലെ വേറൊരു ഫാൻസ് ഇല്ല, ഇനി ഉണ്ടാവില്ല. അവരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, ആ ഒരു വൈബ്, അതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം, അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ പടം, ഈ ഡയറക്ടർ എച്ച് വിനോദ് എന്ന് പറയുന്ന കൊണ്ട് തുലച്ചു എന്ന് എനിക്ക് പറയേണ്ടി വരും. എനിക്ക് അത്രയ്ക്ക് വെറുപ്പ് വന്നു. കൂടുതൽ ഞാൻ പറയല്ലേ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇത്രയും എന്താ പറയുക വിഷമമുണ്ട്. ആ വിജയ് എന്ന് പറയുന്ന നമ്മൾ കുട്ടിക്കാലത്തിൽ കണ്ട് വന്ന നടൻ പുള്ളി പടം അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു വിഷമം. അത് ഇനി ഉണ്ടാവില്ലല്ലോ, ഇനി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് അവസാനിപ്പിക്കുന്നതെങ്കിലും ഒരു നല്ലൊരു ഇമ്പാക്റ്റോട് കൂടി, നല്ലൊരു പടത്തോട്, നല്ലൊരു ഹിറ്റോട് കൂടി, എല്ലാവർക്കും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിറ്റോട് കൂടി മനസ്സറിഞ്ഞ് തുറന്ന് പറയണമല്ലോ. അല്ലാതെ നമുക്ക് പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയണമല്ലോ, അത് മനസ്സറിഞ്ഞ് നമ്മൾ പറയണമല്ലോ. അത് ടു ബി ഫ്രാങ്ക് ഇതിൽ ഇല്ല. ആസ് എ മൂവി എന്നെടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഇല്ല. ഒരു ബാക്ക് സ്റ്റോറി ആണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും പൊളിറ്റിക്സ് മാത്രം സംസാരിക്കുന്ന ഒരു പടം, പൊളിറ്റിക്സ് മാത്രമേ ഇതിൽ എയിം ചെയ്യുന്നുള്ളൂ. ശരി, ഇനി പൊളിറ്റിക്സ് മാത്രം എയിം ചെയ്താൽ നമുക്ക് കിട്ടണമല്ലോ, അത് ആ ഒരു മേക്കിംഗ് കിട്ടണമല്ലോ. ഇതിങ്ങനെ പറയുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് വിഷമമുണ്ട് ഇത് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ. അത് മാത്രമാണ് എനിക്ക് മൊത്തത്തിൽ വിജയ് എന്ന് പറയുന്ന ഒരു നടന്റെ അവസാന മൂവി എന്നുള്ള വിഷമവും, അത് ഇങ്ങനെ ചെയ്തു വച്ചല്ലോ ഈ ഡയറക്ടർ എന്നുള്ള വിഷമവുമാണ് എനിക്കുള്ളത്. പുള്ളി ഇത് വേറെ ഏതെങ്കിലും പുള്ളിക്ക് തന്നെ ഇത് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പുള്ളിക്ക് തന്നെ കുറച്ചുകൂടെ ചിന്തിച്ച് വേറെ നല്ലൊരു രീതിയിൽ ഉള്ള ഒരു സ്റ്റോറി ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇതിൽ കൂടുതലൊന്നും ഇനി പ്രകടനങ്ങളൊന്നും എടുത്ത് പറയാൻ ഒരു പ്രകടനങ്ങളും ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. പിന്നെ പ്രകാശ് രാജ് അവരൊക്കെ ചെയ്തതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്ത് ചുമ്മാ കുറച്ച് ഒരുപാടങ്ങ് ഹൈപ്പിൽ കാണിക്കാൻ വില്ലനിസം ഒരുപാടങ്ങ് ഇതിൽ കാണിക്കാൻ, അത് ബോബി ഡിയോൾ ആയാലും പ്രകാശ് രാജ് ആയാലും. പിന്നെ എടുത്തു പറയണം മമിത ബൈജുവിന്റെ ക്യാരക്ടർ ഫസ്റ്റ് ആ കുട്ടിക്കാലമൊക്കെ കട്ട ക്രിഞ്ചായിട്ടൊക്കെ തോന്നി കുറേയൊക്കെ. അതെല്ലാം പോട്ടെ, നമ്മുടെ വിജയ് മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണല്ലോ പോകേണ്ടത്. മമിത ബൈജു വലുതായതിനു ശേഷമുള്ള സീൻസ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് പൊളിറ്റിക്സിന് വേണ്ടി എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, അതിന് വേണ്ടി ചമച്ചുണ്ടാക്കി. പിന്നെ നമ്മുടെ ഈ ഭഗവന്ത് കേസരിയുടെ അതിൽ നിന്ന് എല്ലാം കൂടെ എടുത്ത് എല്ലാം കൂടെ കുഴച്ചിട്ട് ഒരു അവിയൽ വരുവാക്കി. അതിൽ ചുമ്മാ മാസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അത് മാസാവില്ലല്ലോ. മാസ് കിട്ടണമല്ലോ, നമുക്ക് മാസം എന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന പോലെ ആയിപ്പോയി. വിജയ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് ഈ പറയേണ്ടത്. ഇത് ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഇപ്പം പൂജ ഹെഡ്ജ് ചുമ്മാ ഒരു നടിക്ക് വേണ്ടി ഒരു നടി, അതിൽ കൂടുതലൊന്നും ഇല്ല. മമിത ബൈജു, ഗൗതം വാസുദേവൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അദ്ദേഹം ചെയ്തത് ആദ്യം കുറച്ചേ ഉള്ളൂ, അതിനും കുഴപ്പമില്ല, എന്നാൽ ബെറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോലും സത്യം പറഞ്ഞാൽ
അപകടം പറ്റി ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, സ്പോയിലറായി, ഇപ്പം നിങ്ങൾ എന്തായാലും പോയി കാണും. ഇങ്ങനെ ഫോട്ടോ കാണിക്കുന്ന സീനിൽ പോലും ബാക്കിലിരിക്കുന്നവർക്ക് ചിരിയായിരുന്നു. അതായത് ഒരു സാഡ് സിറ്റുവേഷനാണ്. ഒരാൾ ചാവാറായി ഫോട്ടോ കാണിക്കുന്ന സീനിൽ പോലും ചിരിയാണ് വരുന്ന ആൾക്കാർക്ക്. ഒരു സാഡ് സിറ്റുവേഷനിൽ പോലും ചിരി വരുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ആ രീതിയിലാണ് ഡയറക്ഷൻ ആ രീതിയിലാണ്. നമുക്ക് മനസ്സിൽ കൊള്ളുന്ന രീതിയിലുള്ള ഡയറക്ഷൻ ഇല്ല, ഒരു ഇൻറ്റിമേഷൻ സീൻ വർക്കാവുന്നില്ല തുറന്നു പറഞ്ഞാൽ. പിന്നെ നമുക്ക് നമ്മൾ ആ വിജയ് അണ്ണന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കാം. അത് ഏറ്റവും ഫ്രാങ്ക് അത് എനിക്ക് പറയാനുള്ളത്, വിജയ് അണ്ണന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കാം. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കാം. പടം മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഒരു ആ ഫുൾനെസ് കിട്ടാതെ എണീക്കുമ്പം അദ്ദേഹത്തിൻ്റെ അവസാനം ആ ഇതുപോലുള്ള ക്ലിപ്പുകൾ ഓരോന്നായിട്ട് കാണിക്കുമ്പം ഇനി പുള്ളിയെ സ്ക്രീനിൽ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരും. ഇതെല്ലാം പുള്ളി ചെയ്ത് വെച്ചല്ലോ എന്നുള്ള തോട്ടിൽ നമുക്ക് പുറത്തിറങ്ങാം. അല്ലാതെ പടത്തിനെ കുറിച്ച് വേറെ നരയനുണ്ട്, നരയൻ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, പ്രിയാമണിയുണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട്, അവരെ കുറച്ച് കഥാപാത്രങ്ങളുണ്ടെന്നല്ലാതെ പടത്തിൽ ഒരു തേങ്ങയില്ല. പടം അസ് എ മൂവി, അസ് എ സ്റ്റോറി ബേസ്ഡ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും കട്ട ശോകം. അദ്ദേഹത്തെയൊക്കെ എടുത്ത് വേറെ റേഞ്ചിൽ ചെയ്തു വയ്ക്കാൻ കഴിവുള്ളവൻ ഒരുത്തനായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിൻ്റെ അവസാന പടം എന്നുള്ള ഒരിതിൽ ഒരു എന്താ പറയുക, ഒരു മനസ്സിൽ കണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് എണീറ്റു പുറത്തിറങ്ങി. ഇത്രയേ ഉള്ളൂ ജനനായകനെ കുറിച്ച് എനിക്ക് പറയാം. സോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അടുത്ത് മറ്റൊരു വീഡിയോയുടെ റിവ്യൂവുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും വണക്കം.